തിരുവനന്തപുരത്ത് പറയുന്ന ഭാഷ കണ്ണൂരി ചെല്ലുമ്പം തെറിയാവും. ഞാനതിൻ്റെ ഇരയാണ്. ഒരു റക്ക് ചായ കുടിച്ചപ്പോൾ അമ്മയെ വല്ല ഒരു കമൻറ്റ്, ചായ എങ്ങനെയുണ്ട്, എൻ്റെ അപ്പിയിട്ട ചായയാണ് കേട്ടോ. അവൻ അപ്പോഴേ ഛർദ്ദിച്ചു. പിന്നെ തിരുവനന്തപുരത്തിന് കല്യാണം കഴിക്കില്ല തീരുമാനിച്ചു. ഇപ്പോൾ തൃശ്ശൂരുകാരുണ്ടല്ലോ, വളരെ നല്ലവരാണ്, സംസ്കാര സമ്പന്നരാണ്, മൃദുഭാഷികളാണ്. പറഞ്ഞിട്ടില്ലേ ഭാര്യ ഭർത്താവ്? കാരണം ആ അക്ഷരം എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് പഠിക്കാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഭാര്യ ഭർത്താവ്. എറണാകുളംകാർ അതിനേക്കാൾ മഹാന്മാരാ, ഭാര്യ ഭർത്താവ്. തിരുവനന്തപുരത്ത് ഒരു പ്രശ്നമില്ല, പന പോലെ ഭാര്യ ഭർത്താവ്. തിരുവനന്തപുരത്ത് പറയുന്ന ഭാഷ കണ്ണൂരി ചെല്ലുമ്പം തെറിയാവും. ഞാനതിൻ്റെ ഇരയാണ്. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. അപ്പോൾ ആദ്യം ജോലി കിട്ടിയത് കാസർഗോഡ് കോളേജിലാണ്. പോയി ട്രെയിനിലൊക്കെ പോയി അവിടെ ഇറങ്ങി നല്ല വന്നപ്പോൾ പ്രീ ഡിഗ്രിക്ക് പേര് 30-80 പേരൊക്കെ ഇരിക്കുന്ന പ്രീ ഡിഗ്രി ക്ലാസ്സാണ്. അറിയാമല്ലോ, കൗമാരപ്രായമാണ്. അവരിളവുമ്പോൾ നമ്മളും അറിയാതെ ഇളവി പോകും. അപ്പോൾ നല്ലവണ്ണമൊക്കെ വർത്താനം പറയും. ഇടയ്ക്കിടയ്ക്ക് നല്ല ഇംഗ്ലീഷും, പിന്നെ നല്ല ഇംഗ്ലീഷാണെന്ന് അവർ പറഞ്ഞതായിട്ടോ, ഞാൻ പറയുന്നതല്ല. മലയാളത്തിലൊക്കെ പറഞ്ഞു, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ വീട്ടിൽ അതിഥികൾ വന്നാൽ നല്ല ഇഷ്ട വിഭവങ്ങൾ വിളമ്പുമ്പോൾ ഇവർ വാരി തിന്നുമല്ലോ. അപ്പോൾ വീട്ടുകാരെന്ത് ചെയ്യും? വീണ്ടും വിളമ്പും. വേണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കുട്ടികൾ എൻ്റെ ക്ലാസ്സൊക്കെ ഇരുന്ന് ചിരിച്ച് ആസ്വദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പറയുന്നതൊക്കെ നല്ല കാര്യങ്ങളായിരിക്കും. ഞാൻ വീണ്ടും വിളമ്പിയപ്പോഴാണ് അവരുടെ തല കൂമ്പി. പറഞ്ഞത് അപകടമായി, എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അതൊക്കെ നിർത്തി വേറെ തടിയൊക്കെ രക്ഷപ്പെടുത്തി ഓഫീസിൽ സ്റ്റാഫ് റൂമിൽ വന്ന് സഹപ്രവർത്തകരോട് പറഞ്ഞു, സാറേ ഇങ്ങനൊരു അനുഭവം എനിക്കുണ്ടായി. അപ്പോൾ അവർ ചോദിച്ചു, മാഷ് എന്താ പറഞ്ഞത്? അപ്പോൾ കാസർഗോഡൊക്കെ ഈ കണ്ണൂരൊക്കെ അധ്യാപകർക്ക് വിളിക്കുന്ന മാഷ് എന്നാണ്, എല്ലാവരും വിളിക്കും മാഷ് എന്താ പറഞ്ഞത്? ഞാൻ ആ പറഞ്ഞ വാക്ക് അവിടെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മാഷെ പച്ചത്തെറിയ. തിരുവനന്തപുരത്ത് സഭ്യം, കാസർഗോഡ് അസഭ്യം. പിന്നെ തിരുവനന്തപുരത്തുകാരുടെ ഉച്ചാരണത്തെക്കുറിച്ചൊക്കെ വലിയ മോശമാണ്. എന്തൊരു കുഴപ്പം തിരുവനന്തപുരത്ത് ഇങ്ങനെ പറയുന്നത് എന്ന് സുരാജ് വെഞ്ഞാറോട് ചോദിച്ചപ്പോഴും നോക്ക്, എന്തൊരു കുഴപ്പം. ഇപ്പോൾ KEൻ്റെ സംസാരത്തിൽ ഒരു മലബാറിൻ്റെ ഒരു ടച്ചുണ്ട്, ഒരു സ്ലാങ് എന്നൊക്കെ പറയും, വേണമെങ്കിലുണ്ട്. ഇപ്പോൾ തൃശ്ശൂരുകാരുണ്ടല്ലോ, വളരെ നല്ലവരാണ്, സംസ്കാര സമ്പന്നരാണ്, മൃദുഭാഷികളാണ്. പറഞ്ഞിട്ടില്ലേ ഭാര്യ ഭർത്താവ്? കാരണം ആ അക്ഷരം എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് പഠിക്കാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഭാര്യ ഭർത്താവ്. എറണാകുളംകാർ അതിനേക്കാൾ മഹാന്മാരാ, ഭാര്യ ഭർത്താവ്. തിരുവനന്തപുരത്ത് ഒരു പ്രശ്നമില്ല, പന പോലെ ഭാര്യ ഭർത്താവ്. ഇത് പ്രാദേശികമായ ഭാഷാപ്രയോഗത്തിലെ വ്യത്യാസമല്ലേ? മലബാറിൽ നടന്ന കലാപത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷമാണല്ലോ നമ്മൾ 100ാം വാർഷികം ആഘോഷിച്ചത്. എന്താ പറയുന്നത്? മാപ്പിള കലാപം. മലബാറിലെ മുസ്ലിങ്ങൾക്കൊരു വിഭാഗത്തിന് പറയുന്ന പേരാണ് മാപ്പിളമാർ. പക്ഷെ തിരുവിതാംകൂർ പ്രദേശത്തോ, കണ്ടത്തിൽ വർഗീസ് മാപ്പിള, KC മാമൻ മാപ്പിള. ആ മാപ്പിള ഏതാ? അത് ക്രിസ്ത്യാനി മാപ്പിളയാണ്. ഇനി തിരുവനന്തപുരത്തൊക്കെ ഒരു മാപ്പിളയുണ്ട്. കാര്യം മനസ്സിലായി നിങ്ങൾക്ക്? കല്യാണം കഴിഞ്ഞ് പോയതിനു ശേഷം അമ്മൂമ്മ വീട്ടിലേക്ക് എൻ്റെ പെണ്ണ് കയറി വരുമ്പോൾ അമ്മച്ചി ചോദിക്കും, നിൻ്റെ മാപ്പിള വന്നില്ലേ ഒടിയേ? അപ്പോൾ തമിഴ് സിനിമയിലൊക്കെ പറഞ്ഞിട്ടില്ലേ, ഉക്കാരുങ്ക് മാപ്പിളേ, സണ്ണില്ല പ്ലീസ് സിറ്റ് ഡൗൺ എന്നാണ്. മകനെ പിള്ളയെന്നും മരുമകനെ മാപ്പിളയെന്നും വിളിക്കും. അതൊരു പ്രാദേശികമായ വ്യത്യാസമാണ്. അതുകൊണ്ട് ഇവിടെ ആർക്കും ഒന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഒരു പ്രദേശത്ത് പറയുന്ന ഭാഷ ആ പ്രദേശത്ത് സഭ്യം, മറ്റൊരു പ്രദേശത്ത് അസഭ്യം. എനിക്ക് വേറെ രസകരമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കോളേജ് അധ്യാപകനായിട്ട് തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ ലോഡ്ജിലാണ് താമസിച്ചിരുന്നത്. ഞാൻ നാട്ടിൻപുറത്തുകാരനാണ്. അപ്പോൾ നഗരത്തിലാണ് ജോലി. അപ്പോൾ നഗരത്തിൽ ലോഡ്ജിൽ താമസിക്കുക. എൻ്റെ കൂടെ ലോഡ്ജിൽ താമസിക്കുന്നവരിൽ ISROയിൽ ജോലി ചെയ്യുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു. കണ്ണൂരുകാരനാണ് അദ്ദേഹം. തിരുവനന്തപുരത്തിന് പിന്നെ കല്യാണം കഴിക്കാൻ, കാരണം അന്ന് ISROയിൽ ട്രാൻസ്ഫർ ഇല്ല. അതുകൊണ്ട് തിരുവനന്തപുരത്തിന് കല്യാണം കഴിച്ച് ഇവിടെ തന്നെ വീട് വെച്ച് കൂടാൻ തീരുമാനിച്ചു. അപ്പോൾ പ്രാദേശികമായ ഒരു ലോക്കൽ നേതാവ് ഞാനായതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചു പെണ്ണന്വേഷിക്കാൻ. ഞാൻ കുറേ പേരെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. എന്നിട്ട് പയ്യനെ ഒരു വിവരം പറഞ്ഞു. ഇന്നത്തെ പോലെ ഈ മൊബൈലും പിന്നെ പ്രീ മാരിറ്റൽ മറ്റേ കൗൺസിലിങ്ങും ഫോട്ടോ എടുപ്പ് അങ്ങനത്തെ ഏർപ്പാടൊന്നുമില്ല. ഒരു 10-40 കൊല്ലം മുമ്പത്തെ കേസ്. എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് വയസ്സുണ്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. അപ്പോൾ കാര്യമൊക്കെ അറിഞ്ഞു, ഏതാണ്ട് ബോധ്യപ്പെട്ടു. നാട്ടിൽ നിന്ന് അമ്മ അവനെ വരുത്തി, പയ്യൻസ്. അപ്പോൾ അമ്മാവൻ രാവിലെ ട്രെയിനിൽ, KN വന്ന ട്രെയിൻ അന്നും ഉണ്ടായിരുന്നു, ട്രെയിനിൽ തന്നെ വന്നു. ഞങ്ങളെ കുളിച്ച് തയ്യാറായി. പയ്യൻ 8:30ക്കുള്ള ISROയുടെ ബസ് ആയുർവേദ കോളേജ് ഫ്രണ്ടിൽ നിന്ന് പോവും. അപ്പോൾ ഞങ്ങൾ തമ്പാൻ്റെ താമസിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് പെണ്ണ് കണ്ടിട്ട് തിരിച്ചു വന്ന് കയറ്റി വിടണം. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ പോയി കണ്ടു. അപ്പോൾ സംസാരം തുടങ്ങണമല്ലോ, ഐസ് ബ്രേക്കിംഗ്. അപ്പം ഞാൻ കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. മഴ ഇപ്രാവശ്യം കുംഭമീന മാസം നല്ല ചൂടാണല്ലേ എന്ന് അമ്മാവനോട് ചോദിച്ചു. നമുക്ക് കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ സാമ്പ്രദായികമായ രീതിയിൽ പെണ്ണും അമ്മയും കൂടെ വരുന്നു. പെണ്ണിൻ്റെ കയ്യിൽ പ്ലേറ്റ് ഉണ്ട്, അതിൽ ചായയൊക്കെ ഉണ്ട്. പ്രോംപ്റ്റ് ചെയ്തുകൊണ്ട് അമ്മയും വന്നു. പയ്യനും ഞങ്ങളൊക്കെ ഒരു ചായ കുടിച്ചപ്പോൾ ഈ പയ്യൻ ഒരു റക്ക് ചായ കുടിച്ചപ്പോൾ അമ്മയെ വല്ല ഒരു കമൻറ്റ്, ചായ എങ്ങനെയുണ്ട്, എൻ്റെ അപ്പിയിട്ട ചായയാണ് കേട്ടോ.
അവൻ അപ്പോഴേ ഛർദ്ദിച്ചു. പിന്നെ തിരുവനന്തപുരത്തിന് കല്യാണം കഴിക്കില്ല തീരുമാനിച്ചു. രാവിലെ മുതൽ ഇങ്ങനെയാണ് കഴിക്കേണ്ടി വരുന്നതെങ്കിൽ അവൻ്റെ ജീവിതം എന്താവും? അപ്പോൾ തിരുവനന്തപുരത്ത് ഈ അപ്പി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒരു കുഴപ്പമില്ലാത്ത വാക്കാണ്. എന്തൊരപ്പി? ഒരു കുഴപ്പമില്ല. ചറക്കല്ലേ അപ്പി നമ്മൾ പറയും, സ്ലിപ്പ് ചെയ്യുന്ന ഭാഗത്ത് അങ്ങനെ പറയും. പക്ഷേ വടക്കോട്ട് ചെന്ന് കഴിഞ്ഞാലോ പ്രശ്നമാകും. ഇതൊക്കെ ഉൾക്കൊള്ളുന്നത്, ഇതൊക്കെ ഭാഷയാണ്. ഈ ഭാഷക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഗാന്ധിജി ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ബ്രിട്ടീഷ് വിരുദ്ധ കലാപം നടത്തിയതും ബ്രിട്ടീഷുകാർക്ക് സൈന്യത്തെ ഉപയോഗിച്ച് അടിച്ചമർത്താനോ കൊല്ലാനോ തോൽപ്പിക്കാനോ കുറേ പേരെ തൂക്കിലേറ്റി, പക്ഷേ മാസ്സായിട്ട് അല്ലെങ്കിൽ വലിയ വലിയ ജനങ്ങളെ മുഴുവൻ അടിച്ചമർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു. അവിടെയാണ് ഈ സർവാശ്ലേഷിതമായ ഇൻക്ലൂസീവ് എന്ന് പറയുന്ന ദേശീയതാ സങ്കല്പം വരുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ. അത് അംഗീകരിച്ചത് കൊണ്ടല്ലേ 56 നമുക്ക് ഭാഷാ സംസ്ഥാനങ്ങൾ രൂപീകൃതമായത്. ഭാഷയും സംസ്കാരവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഭക്ഷണത്തിൽ സ്വാധീനമുണ്ട്, വസ്ത്രത്തിൽ സ്വാധീനമുണ്ട്. എന്താണ് ഈ സംസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ അത് ആഹാരവും വസ്ത്രവും പാർപ്പിടവും വിദ്യാഭ്യാസവും വിശ്വാസവും ആചാരവും സഞ്ചാരവും കായികവും കലയും ഇതൊക്കെ അടങ്ങുന്നതാണ് സംസ്കാരം. വസ്ത്രധാരണ ഒരു അവകാശമായിരുന്നു. ഇപ്പം വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടി നമ്മൾ മുറവിളി വിട്ടുകയാണ്. പണ്ട് വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടി സമരം ചെയ്ത് രക്തസാക്ഷിയായത് സ്ത്രീകളാണ് കേട്ടോ. നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല. രണ്ടാം മുണ്ട് ധരിക്കാൻ, മേൽവസ്ത്രം ധരിക്കാൻ, നഗ്നത മറയ്ക്കാനായി സമരം ചെയ്തതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടത് ശകുന്തളാദേവിയായിരുന്നു 1828 സ്വാതിരുന്നാൾ അധികാരമേക്കുന്നതിനും തൊട്ട് മുമ്പത്തെ വർഷം. അക്കാര്യത്തിൽ ഞാൻ ഇപ്പോൾ സ്ത്രീകളുടെ കൂട്ടായ്മയാണല്ലോ കുടുംബശ്രീ എന്നൊക്കെ പറയുന്നത്. കേരളത്തെ കേരളമാക്കി മാറ്റിയത് ഈ സ്ത്രീകളുടെ കൂട്ടായ്മയാണ്, സന്നദ്ധ പ്രവർത്തനമാണ്, തൻ്റെ ഇടമാണെന്ന് ഞാൻ ധൈര്യമായിട്ട് പറയും. നിങ്ങളങ്ങനെ പറയുമെന്ന് എനിക്കറിഞ്ഞൂടാ, പറഞ്ഞ ആരെങ്കിലും അംഗീകരിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. എന്താ കാര്യം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീകൾ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്തത് ആര്? അതിൽ വിജയിച്ചതാര്? നിരന്തരം 19 കൊല്ലം സമരം ചെയ്യേണ്ടി വന്നു. ആ 19 കൊല്ലക്കാലത്തെ സമരത്തിന് ശേഷമാണ് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ 1859 പിന്നെ 1865 സർക്കാർ ഉത്തരവിറക്കാൻ നിർബന്ധിതമായത്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇതൊക്കെ കഴിഞ്ഞിട്ടും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്ത്രീകൾ അമ്പലത്തിനകത്ത് പ്രവേശിപ്പിക്കുമ്പോൾ 2-ാം മുണ്ട് പാടില്ല എന്നാണ് തന്ത്രി പറഞ്ഞത്. ഈ തന്ത്രിയും പിന്നെ മേൽശാന്തിയും ഒക്കെ ആണല്ലോ പ്രധാനപ്പെട്ട ആൾക്കാർ, ഊരാൺമക്കാർ. അവർ പറഞ്ഞു പറ്റൂല. അപ്പോൾ സ്വദേശാഭിമാനി അതിനെതിരെ ശക്തമായി ഒരു പ്രസംഗം എഴുതി, മുഖപ്രസംഗം എഴുതി. കാര്യം പന്തികേടാണെന്ന് രാജാവ്, അദ്ദേഹത്തെ പിന്നെ നാടുകടത്ത് രാജാവിനൊന്ന് പന്തികേടാണെന്ന്. അങ്ങനെ പന്തികേടാണെന്ന് തോന്നിയത് കൊണ്ട് സമ്മതിച്ചു, 2-ാം മുണ്ട് ധരിക്കാം, മുണ്ടും മേൽമുണ്ടും ധരിക്കാം. അപ്പോൾ മുണ്ടും മേൽമുണ്ടുമായിരുന്നു സ്ത്രീകൾക്ക് അമ്പലത്തിൽ കയറുമ്പോൾ ഉള്ള പിന്നെ വസ്ത്രം. അത് പിന്നെ സാരിയായി. കേരളത്തിലെ ഇന്ത്യയിലെ ദേവതകൾക്കും കേരളത്തിലെ മലയാളികളെ സ്ത്രീകൾക്കും സാരി വാങ്ങിച്ചു കൊടുത്തത് രാജാ രവിവർമ്മയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങിലൂടെയാണ് ഈ സാരി എന്നുള്ള കേരളത്തിൻ്റെ ഒരു സ്ത്രീകളുടെ വേഷം സാരിയായി തീരുന്നൊരവസ്ഥയുണ്ടായത്. ഇപ്പോൾ സാരി ഉടുത്തോണ്ട് കയറി. പപ്പനാവനും കോപിച്ചില്ല, തന്ത്രിയും കോപിച്ചില്ല. ഇപ്പോൾ എന്താ നിങ്ങളുടെ ആവശ്യം? വിശ്വാസികളുടെ കാര്യമാണ് കേട്ടോ. ചുരിദാർ ഇട്ടുകൊണ്ട് കയറണം, തർക്കം നടക്കുക. അപ്പോൾ തന്ത്രിയും മേൽശാന്തിയും പറയാണ് പറ്റൂല എന്ന്. പക്ഷെ നിങ്ങൾ നേടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. നേടിയെടുക്കും, കാരണം സ്ത്രീകൾക്ക് അതിനെ കഴിയുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ആണുങ്ങളെ കാര്യം മഹാകഷ്ടമാണ്. ഇങ്ങനെ നാണം കെട്ടവന്മാർ തുണി ഉരിഞ്ഞിട്ട് അമ്പലത്തിൽ കയറുന്ന കാര്യം ആലോചിച്ച് നോക്കും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെങ്കിൽ പാൻറ് ഇട്ടുകൊണ്ട് പോകാം, ഷർട്ടിടാൻ എന്തായാലും ഒക്കില്ല. നഗ്നമേന് തന്നെ ഗുരുവായൂരപ്പനും പപ്പനാവനും കാണണം. സ്ത്രീകൾ തീരുമാനിച്ചു ഞങ്ങൾ കാണിക്കൂല. പുരുഷന്മാരനെ സഹായിക്കുകയും ചെയ്തു. പുരുഷന്മാരോ ഊരി വെച്ചിട്ട് നാണം കെട്ട് കയറിപ്പോ. ഭക്തസഹാക്കളൊക്കെയാണ് കയറാൻ പോകുന്നത്, ഇങ്ങനെ സമ്മതിക്കില്ല. പക്ഷെ നിങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ കൂടെ പുരുഷന്മാരുണ്ടെങ്കിൽ അവൻ്റെ തുണിയിരിഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൽ കയറാൻ കൂടെ ഇല്ല എന്ന് പറയണം. അത് പറയുമ്പോഴാണ് കേരളത്തിലൊരു സാംസ്കാരിക മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നത്. EMS പറഞ്ഞതിലൊരു കാര്യം വിട്ടുപോയി എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അദ്ദേഹം പറഞ്ഞ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ എന്നാണ്. പക്ഷേ അവിടെ വിട്ടുപോയൊരു കാര്യം ജാതി ജന്മി നാടുവാഴി പൗരോഹിത്യ വ്യവസ്ഥ എന്ന് പറയണമായിരുന്നു. ആ പൗരോഹിത്യമാണ് നമ്മുടെ പുരോഗതിക്ക്, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഇവിടെയും ചിലപ്പോൾ വില വിവരമൊക്കെ എഴുതി വെച്ചേക്കും. ഹോട്ടലിൽ ഭക്ഷണത്തിന് വില വിവരം എഴുതി വയ്ക്കും. അപ്പം, ദോശ, ഇടിയപ്പം, ഇഡ്ഡലി, പൊറോട്ട, അവസാനം കറികളുടെ ഒക്കെ എഴുതും. ഇത് മറ്റെന്തൊക്കെ പറഞ്ഞു, മീൻ കറി, ബീഫ് കറി, ഇറച്ചിക്കറി എന്നൊക്കെ പറഞ്ഞു വയ്ക്കും. പക്ഷേ അവിടെ ഒരിടത്തും ചമ്മന്തി എന്നൊരു സാധനം കാണില്ല. ദോശയ്ക്ക് ചമ്മന്തി വേണം, ഇഡ്ഡലിക്ക് ചമ്മന്തി വേണം,
ചട്ടണി വേണം, എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? വിലയുമില്ല. ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റുമോ? ദോശയ്ക്ക് ഉപ്പില്ലെങ്കിലും ചമ്മന്തിക്ക് ഉപ്പുണ്ടെങ്കിൽ അത് വെച്ച് കഴിക്കാം. പക്ഷേ ചമ്മന്തിക്ക് ഉപ്പ് കൂടിപ്പോയാലോ കഴിക്കാൻ ഒക്കുകയില്ല. ഈ ചമ്മന്തിയുടെ റോളാണ് പൗരോഹിത്യത്തിനുള്ളത്. അവരില്ലാത്ത ഇടമില്ല. അവരാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ആരെങ്ങനെ പ്രവേശിക്കണം, എങ്ങനെ ആരാധിക്കണം, എങ്ങനെ തൊഴണമെന്ന്. ഞാൻ പറഞ്ഞത് ഹിന്ദു പൗരോഹിത്യം മാത്രമേട്ടോ, ഇസ്ലാമിക പൗരോഹിത്യമുണ്ട്, മറ്റേ കത്തോലിക്ക പൗരോഹിത്യമുണ്ട്. 57 സർക്കാരിനെ പുറത്തിറക്കുന്ന 59 വിമാനം നടത്തുന്നതിൽ മുൻനിന്നത് കത്തോലിക്ക സഭയല്ലേ? അവരാണ് ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞ് വെള്ളത്തിൽ എണ്ണ കിനിയുന്നത് പോലെ പറഞ്ഞ് ജനങ്ങളുടെ മനസ്സ് മാറ്റിയെടുത്ത് പുരോഗമനപരമായി നല്ലത് ചെയ്തുവെന്ന് പിന്നീട് പണ്ഡിതന്മാരും സാമൂഹിക ശാസ്ത്ര പണ്ഡിതന്മാരും ഒക്കെ പറഞ്ഞ കാര്യത്തെ ജനങ്ങളുടെ ഇടയിൽ ഇകഴ്ത്തി കാട്ടിയത് ഇത്തരത്തിലുള്ള ഈ പൗരോഹിത്യത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടായിരുന്നു. ആ ജാതിജന്മി നാടുവാഴി വ്യവസ്ഥയിൽ ജാതി വ്യവസ്ഥ ദുർബലമായി കേരളത്തിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. എപ്പോഴാണ് ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം വരുന്നത്? എപ്പോഴാണ് ഇന്ത്യയിൽ കേരളത്തിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഉണ്ടാകുന്നത്? 1858 മുമ്പ് ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ദുർലഭമായിരുന്നു. കേരളത്തിലൊരു വൈകുണ്ഠനുണ്ട്, അല്ലെങ്കിൽ ഒരു ആറാട്ടുപുഴ വേലായുധ പണിക്കർ തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ മുഖ്യധാരാ പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ടാകുന്നത് 1858 ശേഷമാണ്. ഉത്തരേന്ത്യയിലും അങ്ങനെ. ബംഗാളിലാണെങ്കിലും റാംമോഹൻ റോയ് മാത്രമേ ഉള്ളൂ 858 മുമ്പുള്ള ആൾ. ബാക്കി പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം വരുന്നത് 58 ശേഷമാണ്. അപ്പോൾ ദേശീയ പ്രസ്ഥാനവും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനവും ഉൾച്ചേർന്നുകൊണ്ടാണ് പോയത്. രണ്ടുപേരും ദേശീയതയെക്കുറിച്ച് തന്നെ പറഞ്ഞത്. ആ ദേശീയം എന്ന് വെച്ചാൽ ഒരു ഏകദേശീയതയല്ല, വൈവിധ്യപൂർണ്ണമായ ദേശീയത, ഭാഷാടിസ്ഥാനത്തിലുള്ള ദേശീയത, ആഹാരം കഴിക്കുന്നതിൻ്റെ പേരിലുള്ള ദേശീയത, വസ്ത്രം ധരിക്കുന്നതിൻ്റെ പേരിലുള്ള ദേശീയത, അല്ലെങ്കിൽ കലകൾ അവതരിപ്പിക്കുന്നതിനുള്ള ദേശീയത, സാഹിത്യത്തിൻ്റെ പേരിലുള്ള ദേശീയത, അത്തരത്തിലുള്ള ബഹുമുഖമായ ദേശീയതകളാണ് ഇവരെല്ലാം ഉന്നയിപ്പിച്ചത്. അപ്പോൾ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ ഫലമായി കേരളത്തിൽ ജാതി വ്യവസ്ഥ ദുർബലമായി. ജാതി വിവേചനം വല്ലപ്പോഴും മാത്രമേ, അപൂർവമായിട്ട് മാത്രമേ ഇപ്പോഴും നടക്കുന്നുള്ളൂ. ജാതി ബോധം കൊണ്ടുള്ളിൽ നിൽക്കുന്നുണ്ട്, പക്ഷേ ജാതി വിവേചനം ഇല്ലാതായിട്ടുണ്ട്. നാടുവാഴിത്തമോ ഇല്ലാതായി. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ഇന്ത്യൻ യൂണിയനിലേക്ക് എല്ലാ നാട്ടുരാജ്യങ്ങളും ലയിക്കുകയും അവിടെയെല്ലാം തിരഞ്ഞെടുപ്പ് നടക്കുകയും ജനകീയ മന്ത്രിസഭകൾ വരികയും ജനാധിപത്യ വ്യവസ്ഥ വരികയും 50 ഭരണഘടന വരികയും ചെയ്തപ്പോൾ നാടുവാഴിത്തത്തിന് യാതൊരു പ്രസക്തിയും ഇന്ത്യയിലായി. ജാതി വ്യവസ്ഥയും പോയി, നാടുവാഴി വ്യവസ്ഥയും പോയി. ജന്മിത്തമോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 57 കാർഷിക ബന്ധ നിയമം വന്നതോടുകൂടി ജന്മിത്വവും ഇല്ലാതായി. എല്ലാം പട്ടക്കുടിയന്മാർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശം കിട്ടി. ഇപ്പം കിട്ടാത്തവരുടെ കരച്ചിൽ മാത്രമേ കേൾക്കാനുള്ളൂ, കിട്ടിയവരൊന്നും മിണ്ടുന്നില്ല. നഷ്ടപ്പെട്ടവർ പണ്ട് കരഞ്ഞു കിടന്ന് ഇപ്പോൾ അവരും കരയുന്നില്ല. അപ്പം ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയെ EMS വിശേഷിപ്പിച്ചത് ദുർബലമായി, ചിലതില്ലാതായി. എന്നാൽ പൗരോഹിത്യമോ? പൗരോഹിത്യം ഇപ്പോഴും ശക്തമായി തുടരുന്നു. അവരാണ് ശബരിമലയിൽ ആര് കയറണം എന്ന് തീരുമാനിക്കുന്നത്. അവരാണ് എന്ത് വേഷം ധരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അവരുടെ തീരുമാനപ്രകാരമാണ് ഇറച്ചിക്കടയിൽ ഇറച്ചി തൂക്കിയിട്ടിരിക്കുന്നത് പോലെ മുതുകത്തെ കട്ടി മാംസത്തിൽ കൊളുത്തിൽ ഹൂക്കിൽ മുരുകൻ കോവിലിൽ നിന്ന് മുരുകൻ കോവിലിലേക്ക് ആൾക്കാരെ ആട്ടിത്തെളിയിച്ചു കൊണ്ടുപോകുന്ന പറവക്കാവടിക്കാർ 5 or 6 അടി നീളമുള്ള ശൂലം കവിളിലൂടെ കുത്തിക്കയറ്റിയിട്ട് ക്രിമിനൽ കുറ്റമാണെന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമം വിവക്ഷിക്കുന്ന അല്ലെങ്കിൽ നിർവചിക്കുന്ന കുറ്റകൃത്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് പൗരോഹിത്യത്തിൻ്റെ നിർദ്ദേശപ്രകാരം. പൗരോഹിത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവരും പൗരോഹിത്യത്തിൻ്റെ ഭാഗമാകും. അതിനൊക്കെ നമുക്ക് ആരും പറഞ്ഞു, നമ്മളെ മക്കളെ അങ്ങനെ കുത്തിക്കയറ്റാൻ കിട്ടിയ സന്തോഷം വിചാരിക്കുന്നവരാവും നിങ്ങളുടെ കൂട്ടത്തിലും ഉള്ളത്. അപ്പോൾ അതൊക്കെയാണോ പണ്ട് ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനക്കാർ മുന്നോട്ട് വെച്ച സന്ദേശത്തിലുള്ളത്? അതൊക്കെ ഇല്ലാതാകണമെന്നുള്ളതായിരുന്നില്ലേ അവരുടെയൊക്കെ ആഗ്രഹം? നമുക്കൊരുപാട്, ഇദ്ദേഹം പറഞ്ഞല്ലോ, ഈ കാളൻ കൂട്ടുന്നവരും കാളയെ കൂട്ടുന്നവരുണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മളെ ഒരുപാട് ദേവന്മാർ സസ്യബുക്കുകളാണ്. പഴവും പായസവും പാലും ഒക്കെ കഴിക്കുകയുള്ളൂ. പക്ഷെ അല്ലാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. മാംസബുക്കുകൾ ഉണ്ടായിരുന്നില്ലേ? മദ്യപാനികളായ ദേവന്മാരുണ്ടായിരുന്നില്ലേ? മദ്യപാനികളായ കള്ളു കുടിക്കും, തെങ്ങിന് കള്ളും കുടിക്കും, പനങ്കള്ളും കുടിക്കും, പിന്നെ വാറ്റിയെടുത്തതും കുടിക്കും. ആടിനെ കൊന്നും കോഴിയെ കൊന്നും കഴിക്കുമായിരുന്നു. മാംസബുക്കുകൾ ഉണ്ടായിരുന്നു. അതേപോലെ മദ്യപാനികളുണ്ടായിരുന്നു. അവരെയൊക്കെയാണ് ശ്രീനാരായണൻ പറഞ്ഞത് കാളി കൂളി ദൈവമെന്ന്. പറയാൻ തൻ്റെ ഇടം വേണം കേട്ടോ. ഇന്ന് ഏതെങ്കിലും ദിവസം പറഞ്ഞു തല്ലി കൊല്ലും. ശ്രീനാരായണൻ പറഞ്ഞല്ലേ കാളി കൂളി ദൈവം. ഏതായി കാളി കൂളി ദൈവം? നിങ്ങളൊക്കെ മദ്യപാനം നിർത്ത്. ഇവൻ മദ്യപിക്കണമെന്നുണ്ടെങ്കിൽ ചെത്തുകാരൻ ചെത്ത് നിർത്തും. അതുകൊണ്ടാണ് ചെത്തരുത് കുടിക്കരുത് അദ്ദേഹം പറഞ്ഞു. അവൻ ചെത്തി കൊണ്ടെന്നാലേ ദൈവം ഇരുന്ന് കുടിക്കുകയുള്ളൂ. ദൈവം കുടിക്കൂല. അങ്ങേര് ഇങ്ങനെ ഇരിക്കല്ലേ, നിർക്കുടൻ നിരാമയൻ നിരാകാരൻ പറഞ്ഞിരിക്കല്ലേ. എന്ത് പറഞ്ഞാലും അങ്ങേരൊന്നും മിണ്ടൂല, ഇങ്ങനെ ഇരിക്കും. എന്ത് പറഞ്ഞാലും കേൾക്കും. ദേശം ചീത്ത വിളിച്ചാൽ അങ്ങേര് വല്ലതും പറയില്ല. സ്നേഹിച്ച് കെട്ടിപ്പിടിച്ചാൽ ഒരു കോൾമൈ കൊള്ളലുമില്ല. നിർഗുണൻ നിരാകാരൻ നിരാമയൻ അങ്ങനെ ഇരിക്കും.
അപ്പോൾ ചെത്തുന്നവന് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് മുമ്പ് വെച്ച് കുടിച്ചൊരു സുഖം, ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ച് നല്ല ഈ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കുടിക്കുമ്പോൾ വില കൂടുതൽ ഒരു സുഖം, കടപ്പുറത്ത് വെച്ച് കൊണ്ടുവച്ച് കുടിച്ചാൽ വേറൊരു സുഖം, അത് മറ്റേ പാണ്ഡവൻ പാറയെ കൊണ്ടുവച്ച് കുടിച്ചാൽ അത് വേറൊരു സുഖം. എന്തിനൊരു ന്യായം കണ്ടെത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ മദ്യപിക്കുകയും അല്ലെങ്കിൽ മദ്യപാനവും മാംസഭോജനവും ഉണ്ടായിരുന്നവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കാളികൂൾ ദൈവങ്ങളെന്ന് ആക്ഷേപിക്കുകയും അവരെല്ലാം ഇപ്പോൾ സ്വസ്ഥമായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോഴും പ്രതീകാത്മകമായ ബലി നടക്കുന്നില്ലേ? പ്രതീകാത്മകമായ ബലി നടക്കുന്നില്ല. നിങ്ങൾ തെക്കാട്ട് പിന്നെ ശ്മശാനത്തിൽ പോയി നോക്കൂ. ഏതെങ്കിലും ഒരു പാവത്താൻ മരിച്ചുപോയത് കരിനാളിലാണെങ്കിൽ ഒരു കരിമ്പട കോഴിയെ കൊണ്ടുവന്ന് ഹൂന്ന് കാട്ടിയിട്ട് അവൻ കൊണ്ടുപോകും. വീട്ടിൽ കയറ്റില്ല, പിന്നെ കണ്ടിച്ച് തിന്നേ നിവർത്തിയുള്ളൂ. അത് കൂടാതെ പരികർമ്മങ്ങളുണ്ട്, ഇറച്ചിയാക്കി തിന്നോളൂ. ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. കരിക്കകം ക്ഷേത്രം ഇന്നലെ ഉത്സവത്തിന് കൊടിയേറി. അവിടെ കോഴികളെ ഇങ്ങനെ നേർച്ചയ്ക്ക് കൊണ്ടിരുന്ന കോഴികളെ തൂക്കിയിടാൻ ഒരു പ്രത്യേക കൂട് തന്നെയുണ്ട്, കോഴിക്കൂട്. പിന്നെ ലേലം ചെയ്ത് വയ്ക്കും. കേരള ദീപത്തിൽ എനിക്ക് തിരുവനന്തപുരം ജില്ലയുടെ കാര്യമുള്ളൂ, മറ്റു സ്ഥലത്തും കൊണ്ടൊന്നും അറിയില്ല. അവിടെ എല്ലാം കോഴി ബലിയുണ്ട്, പ്രതീകാത്മകമാണ്. അപ്പോൾ ഇപ്പോഴും പ്രതീകാത്മകമായ ബലി നമ്മൾ അംഗീകരിക്കുന്നു ഈശ്വര വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട്. ഇങ്ങനെയുള്ള സർവമാന പേരെയും കൂട്ടിച്ചേർത്താണ് നമ്മൾ ദേശീയത എന്ന സങ്കല്പം ഉണ്ടാക്കിയത്. ഇങ്ങനെയുള്ള സർവമാന വിശ്വാസികളെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഗാന്ധിജി സമരത്തിന് ആഹ്വാനം ചെയ്തും ജനങ്ങളെ നയിച്ചു കൊണ്ടുപോയതും. പക്ഷേ അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം, നമുക്ക് നമ്മുടെ വിചാര വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ളൊരു ഭാഷയുണ്ടായിരുന്നു. ആ ഭാഷയ്ക്ക് പ്രാധാന്യവും കൊടുത്തിരുന്നു. പക്ഷേ 47 ബ്രിട്ടീഷുകാർ പോയി, പിന്നീട് പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഒക്കെ പോയി. എങ്കിലും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണത്തിനായി സ്ഥാപിച്ച ഈ 4 നെടുന്തൂണുകളിൽ ഏതെങ്കിലും ഒന്നിന് ഊനം തട്ടിയിട്ടുണ്ടോ? അവ ഇപ്പോഴും ശക്തമായിട്ട് നിൽക്കുകയല്ലേ? ജനപ്രാതിനിധ്യ സഭകൾ, അത് പാർലമെൻ്റ് ആയിരുന്നാലും പഞ്ചായത്ത് സമിതികളായിരുന്നാലും ആ ജനപ്രാതിനിധ്യ സമിതി ഇപ്പോഴും അതേപോലെ തുടർന്നു. വേറൊരു പോംവഴി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഗാന്ധിജി പറഞ്ഞത് കോടതിയിൽ പോകണ്ട, നിങ്ങൾ ആ പ്രദേശത്ത് പഞ്ചായത്ത് കൂടിയിട്ട് കേസ് തീർക്കണം, പറഞ്ഞു തീർക്കണം, ഒത്തുതീർപ്പാക്കണം. അപ്പോൾ നാട്ടുപ്രമുഖന്മാരും പഞ്ചായത്തിലെ ആൾക്കാരും എല്ലാം, പഞ്ചായത്ത് വെച്ചാൽ അവിടുത്തെ ഈ ഇന്നത്തെ പഞ്ചായത്തല്ല ഉദ്ദേശിച്ചത്, തീർക്കണം. സ്വയംഭരണം, അതാണ് ഈ ഗ്രാമ സ്വയംഭരണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിൽ പ്രശ്നം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് ബദൽ വയ്ക്കുകയായിരുന്നു. ആ ബദൽ സംവിധാനത്തിലൂടെയാണ്. പക്ഷേ ആ നെടുന്തൂണുകൾ ഇപ്പോഴും നിൽക്കുന്നു. ജനപ്രാതിനിധ്യ സഭ, നമുക്കും സീറ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്കും ഒരു പ്രയാസം. എന്നെ സീറ്റ് കിട്ടുമെന്ന് പരിഗണിച്ചിരുന്നു, പക്ഷേ പരിഗണിച്ചില്ല. എനിക്കും ഒരു പ്രയാസം. എൻ്റെ വീട്ടുകാരിക്കെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. 50% സംവരണം വന്നല്ലേ, കിട്ടിയില്ല. അപ്പോഴും നിരാശ. ഈ നിരാശ അല്ലെങ്കിൽ ഈ ആഗ്രഹം നമ്മുടെ മനസ്സിൽ കത്തിച്ചതാര്? ആ കത്തിച്ച ബ്രിട്ടീഷുകാരൻ പോയെങ്കിലും ആ കൊളോണിയൽ ഹാങ് ഓവർ സ്ത്രീകൾക്ക് മനസ്സിലാവില്ല, മദ്യപിക്കുന്ന പുരുഷന്മാർക്ക് മാത്രമേ ഈ ഹാങ് ഓവർ ആ ഹാങ് ഓവർ ഇപ്പോഴും നിൽക്കുന്നു. മനസ്സിലാവുന്ന ചിലരുണ്ടെന്ന് കേട്ടോ, ചിരിക്കുന്നുണ്ട് കേട്ടോ. ഹാങ് ഓവർ. ജുഡീഷ്യറിക്ക് എന്തെങ്കിലും മാറ്റം വന്നോ? നിയമഭരണ വ്യവസ്ഥയ്ക്ക് ബ്രിട്ടീഷുകാരൻ എഴുതി വെച്ച ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചല്ലേ, അതനുസരിച്ചല്ലേ ഇപ്പോഴും പോകുന്നു. എവിഡൻസ് ആക്റ്റും ഒക്കെ അങ്ങനെയല്ലേ, അതിന് വ്യാഖ്യാനം കൊടുക്കുന്നു. അതിൽ പ്രാവീണ്യമുള്ളവരെയൊക്കെ നമ്മൾ മഹാപണ്ഡിതന്മാരാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ന്യായാധിപ ശ്രേഷ്ഠന്മാരെന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അവർ പറയുന്ന പഴയ കാലത്തെ സങ്കല്പമാണ്. ആ സങ്കല്പം ഇന്നത്തെ വർത്തമാനകാല സാഹചര്യവുമായിട്ടോ യാഥാർത്ഥ്യമായിട്ടോ പൊരുത്തപ്പെടണമെന്നില്ല. ആ വ്യവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു. സിവിൽ ഭരണ വ്യവസ്ഥയോ ഉദ്യോഗസ്ഥ ഭരണ വ്യവസ്ഥയോ അവരുണ്ടാക്കി വെച്ച നിയമം, സർവീസ് ചട്ടങ്ങളായിരുന്നാലും മറ്റു കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് നമ്മൾ മലയാളത്തിൽ, ഇപ്പോൾ കേരളമാകുമ്പോൾ മലയാളത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. മലയാളത്തിൽ ഭരിച്ചാൽ മതി. പല വാക്കുകൾക്ക് മലയാളം ഇല്ല. ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡറിൻ്റെ കാര്യം പറഞ്ഞ പോലെ മലയാളമില്ല. അവയെ നമ്മൾ സ്വീകരിച്ചങ്ങ് മലയാളമാക്കണം. ഒരു ഭാഷ വളരുന്നത് എങ്ങനെയാണ്? മറ്റു ഭാഷകളിലെ പദങ്ങൾ കടമെടുത്തിട്ടല്ലേ, സ്വീകരിച്ചിട്ടല്ലേ. സർക്കാർ ഏത് ഭാഷയിലുള്ളതാ? കുശിനി ഏത് ഭാഷയിലുള്ളതാ? വരാന്ത ഏത് ഭാഷയിലുള്ളതാ? കസേര ഏത് ഭാഷയിലുള്ളതാ? ജനൽ ഏത് ഭാഷയിലുള്ളതാ? ഹജൂർ ഏത് ഭാഷയിലുള്ളതാ? ഇതൊക്കെ മറ്റു ഭാഷകളിൽ നമ്മൾ കടമെടുത്തല്ലേ. നമ്മുടെ ഭാഷ മറ്റുള്ളവരും കടമെടുത്തിട്ടുണ്ട്. സായിപ്പിന് ഭാഷയിൽ കയറുണ്ട്, കയറിന് അയാൾ വേറെ കയറ് കണ്ടുപിടിച്ചിട്ടില്ല, കയറ് തന്നെയാണ്.